ലക്ഷക്കണക്കിന് ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസം പകർന്ന് റെയിൽവേ യാത്രാ നിരക്കുകൾ മരവിപ്പിക്കാൻ സർക്കാർ തീരുമാനം. രാജ്യത്തെ 3 പതിറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ട്രെയിൻ ടിക്കറ്റ് നിരക്കുകൾ സർക്കാർ പൂർണ്ണമായി മരവിപ്പിക്കുന്നത്. ജീവിത ചെലവ് വർധനയിൽ വലയുന്ന കുടുംബങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസം നൽകാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനുമാണ് റെയിൽവേ നിരക്കുകൾ മരവിപ്പിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ പ്രഖ്യാപനമനുസരിച്ച് ഈ വർഷം ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കില്ല. പ്രധാന നഗരങ്ങൾക്കിടയിലുള്ള സീസൺ ടിക്കറ്റുകൾ, പീക്ക് ടൈം റിട്ടേൺ ടിക്കറ്റുകൾ, ഓഫ് പീക്ക് റിട്ടേൺ ടിക്കറ്റുകൾ ഉൾപ്പെടെ എല്ലാ നിയന്ത്രിത നിരക്കുകൾക്കും മരവിപ്പിക്കൽ ബാധകമാകും. തിരക്കേറിയ റൂട്ടുകളിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് വർഷത്തിൽ 300 പൗണ്ടിലധികം ലാഭിക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉദാഹരണത്തിന്, മിൽട്ടൺ കീൻസിൽ നിന്ന് ലണ്ടനിലേക്ക് ആഴ്ചയിൽ 3 ദിവസം യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഒരു വർഷം 315 പൗണ്ടിന്റെ ലാഭം. ബജറ്റിന്റെ ഭാഗമായി ധനമന്ത്രി നടത്തിയ ഈ പ്രഖ്യാപനം NHS വെയിറ്റിംഗ് ലിസ്റ്റുകൾ കുറയ്ക്കുക, ദേശീയ കടം കുറയ്ക്കുക, ജീവിത ചെലവ് കുറയ്ക്കുക എന്നീ 3 പ്രധാന ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിരക്ക് മരവിപ്പിക്കലിനെ കുറിച്ച് ധനമന്ത്രി റേച്ചൽ റീവ്സിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇതാദ്യമായാണ് ഞങ്ങൾ റെയിൽ നിരക്കുകൾ മരവിപ്പിക്കുന്നത്. കുടുംബങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കുകയാണ് പ്രധാന ലക്ഷ്യം. As I take my decisions on both tax and spend, I will do what is necessary to protect families from high inflation and interest rates. ട്രെയിൻ യാത്ര കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യാത്രാക്കൂലി മരവിപ്പിച്ചതിലൂടെ ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് പണം ലാഭിക്കാൻ കഴിയും. ഇത് ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേസ് പുനർനിർമ്മിക്കാനുള്ള ഞങ്ങളുടെ വലിയ പദ്ധതിയുടെ ഭാഗമാണെന്നായിരുന്നു ഗതാഗത സെക്രട്ടറി ഹൈദി അലക്സാണ്ടറുടെ പ്രതികരണം. റെയിൽവേ ട്രാക്കുകളുടെയും ട്രെയിനുകളുടെയും നടത്തിപ്പ് പൊതു ഉടമസ്ഥതയിലുള്ള ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേസ് എന്ന പുതിയ കമ്പനിയെ ഏൽപ്പിക്കാനാണ് സർക്കാർ പദ്ധതി. ടാപ്പ് ഇൻ, ടാപ്പ് ഔട്ട്, ഡിജിറ്റൽ ടിക്കറ്റിംഗ് എന്നിവയിലൂടെ ടിക്കറ്റിംഗ് സംവിധാനം ആധുനികവൽക്കരിക്കാനും അതിവേഗ വൈഫൈ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും GVR വഴി ലക്ഷ്യമിടുന്നുണ്ട്. യാത്രാ കൂട്ടായ്മകളും യൂണിയനുകളും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്.